ഈ SFIOയുടെ അന്വേഷണ റിപ്പോർട്ട് അതൊന്ന് മലയാളത്തിലാക്കി അന്ന് യുവതീ പ്രവേശന വിധിയുടെ കാര്യത്തിൽ ചെയ്തതുപോലെ നല്ലപോലെ ബൈൻഡ് ചെയ്ത് കേരളത്തിലെ ജനങ്ങൾക്കൊന്നും കൊടുക്കേണ്ട ഈ പാർട്ടി നേതാക്കൾക്കിടയിലെങ്കിലും ഒന്ന് വിതരണം ചെയ്യണം. പിന്നെ ഇടിക്കട്ടയുമായി വരുന്ന സഖാക്കൾക്ക് അതൊന്ന് വിശദീകരിച്ചു കൊടുക്കണം. അവർക്കൊന്ന് വായിക്കാൻ സമയം ഉണ്ടാവില്ല. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPM പോലൊരു പ്രസ്ഥാനം നേരിട്ടുകൊണ്ടിരിക്കുന്ന അതിഭയാനകമായ തകർച്ചയുടെ ശിഥിലീകരണത്തിന്റെ ലക്ഷണങ്ങളായിട്ട് നമുക്കിതിനെ കാണാൻ പറ്റൂ. അല്ല അതിൽ കട്ടയും മുട്ടയും എറിഞ്ഞുകൊണ്ട് അതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ട് CPM-കാർ ശ്രമിക്കുന്നതാണോ പിണറായിയെ പഠിപ്പിക്കൽ എന്ന് പറയുന്ന കാര്യം? പിണറായി എന്താണ് എന്ന് ED-യെ പഠിപ്പിക്കൽ എന്ത് അതാണെന്ന് ശ്രീ MA ബേബി കരുതുന്നുണ്ടോ? അങ്ങനെ മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ ചുമതല പിണറായി വിജയന്, ആ മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ അഭിഭാഷകൻ പിണറായി വിജയൻ്റെ ഭാര്യ സഹോദരിയുടെ മകൻ, ഈ മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ ക്ലിയറൻസ് നിരന്തരം ആവശ്യമുള്ള, മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ കരിമ്പട്ടികയിൽ തന്നെ പെടുത്താവുന്ന ഒരു കമ്പനി CMRL, ആ CMRL പിണറായി വിജയൻ്റെ മകൾക്കും മകളുടെ കമ്പനിക്കും കരാർ കൊടുക്കുന്നു. അച്ഛൻ്റെ വകുപ്പ്, ആ വകുപ്പിൻ്റെ നിരന്തര നിരീക്ഷണത്തിലുള്ള കമ്പനി, ആ കമ്പനിയുടെ നിയമലംഘനങ്ങൾ പരിശോധിക്കേണ്ടത് ആ ബോർഡ് ഇത്തരം നിയമലംഘനങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ നിയമോപദേശം നൽകേണ്ടതും വാദിക്കേണ്ടതും അതിൻ്റെ അഭിഭാഷകനായ പിണറായി വിജയൻ്റെ ഭാര്യ സഹോദരിയുടെ മകൻ. ആ കമ്പനിയാണ് പിണറായി വിജയൻ്റെ മകൾക്കും മകളുടെ കമ്പനിക്കും പ്രതിമാസം 8 ലക്ഷം രൂപ കൊടുക്കാനുള്ള ഒരു കരാർ ഉണ്ടാക്കുന്നത്. CMRL പോലെ വലിയ സാമ്പത്തിക അടിത്തറയുള്ള ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ IT സേവനങ്ങൾക്ക്, മാർക്കറ്റിംഗ് സർവീസുകൾക്ക് അവർക്ക് ഇവിടെയുള്ള ഏത് ടോപ്പ് IT ബ്രാൻഡിനെയും അവരുടെ വെണ്ടറായിട്ട് അവർക്ക് എടുക്കാനായിട്ട് കഴിയും. കാരണം പണം അവരുടെ ഒരു ക്രൈറ്റീരിയ അല്ല. പണം എനിക്കൊരു പ്രശ്നമല്ല. അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല രീതിയിലത്തേക്കുള്ള സേവനം നൽകുന്ന ആൾക്കാരുടെ സേവനം പണം ഭാരിച്ച രീതിയിൽ കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുത്ത് പ്രയോജനപ്പെടുത്താനുള്ള എല്ലാവിധ അടിത്തറയും സാമ്പത്തികമായിട്ടുള്ള ഒരു കമ്പനിയാണ് CMRL എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു കമ്പനി എന്തുകൊണ്ടാണ് ഈ മേഖലയിൽ മറ്റ് റെപ്യൂട്ടഡ് ആയിട്ടുള്ള ക്ലയൻസ് ഇല്ലാത്ത, ഈ മേഖലയിൽ സർവീസസ് ഒന്നും കൊടുത്തിട്ടില്ലാത്ത ഒരു കമ്പനി, അതും വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട പ്രവർത്തന പരിചയം മാത്രമുള്ള ഒരു കമ്പനിയെ ഇങ്ങനെയുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് എന്തിനു കൊണ്ടുപോകുന്നു, അവരെ എന്തിനു തെരഞ്ഞെടുക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം. 100% ഞാൻ യോജിക്കുന്നു. ഈ ചോദ്യം ഉണ്ടാകുന്നതിന്റെ ബാക്ക്ഡ്രോപ്പാണ് താങ്കൾ ഇവിടെ പറഞ്ഞത്. അതായത് മുഖ്യമന്ത്രി ഏത് പദവിയാണ് അദ്ദേഹം എടുത്തത്, അതിൽ ആരെയൊക്കെയാണ് നിയമിച്ചിരിക്കുന്നത്, എന്തായിരുന്നു അതിന്റെ നെസസിറ്റി, ഈ കമ്പനിക്ക് മുഖ്യമന്ത്രിയുടെ ഈ വകുപ്പ് എത്രത്തോളം പ്രാധാന്യത്തോടു കൂടി മാത്രമേ അതിനെ പരിഗണിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ള ഒരു ചോദ്യം ബലപ്പെടുന്നത് അവിടെയാണ്. നിങ്ങൾ മറ്റേതൊക്കെ കമ്പനികൾക്ക് സമാനമായിട്ടുള്ള സേവനങ്ങൾ കൊടുത്തിട്ടുണ്ട്? അത് ചോദിക്കുന്ന സമയത്ത് അവരുടെ മറുപടി നൺ അപ്പാർട്ട് ഫ്രം CMRL എന്നാണ്. അപ്പോൾ മറ്റൊരു കമ്പനികൾക്കും അവർ IT സേവനം നൽകിയിട്ടില്ല, മാർക്കറ്റിംഗ് സർവീസുകൾ അവർ നൽകിയിട്ടില്ല. അവരുടെ നാളിതുവരെ ഉള്ളതിൽ ഏറ്റവും വലിയ ക്ലയന്റ് ആരാണ് എന്ന് ചോദിച്ചാൽ ഇതിനേക്കാൾ വലിയൊരു ക്ലയന്റ് അവർക്ക് വേറെ ഇല്ല. ഈ 2 വർഷമായിട്ട് അവർ കൊടുത്തിരിക്കുന്ന സേവനങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ ആലോചിച്ച് നോക്കണം. ഇതൊരു IT ഫേമാണ്. IT ഫേമിന് അവർക്ക് കാണിക്കാനായിട്ടുള്ള ഡിജിറ്റൽ റെക്കോർഡ്സ് ഒന്നുമില്ല. പക്ഷെ അത് അവളെ സംബന്ധിക്കുന്ന വെറും ലോക്കൽ കമ്മിറ്റി രഹസ്യം മാത്രം. രഹസ്യങ്ങളുടെ പോളിറ്റ് ബ്യൂറോയിലേക്ക് എത്തി നോക്കാൻ നിനക്ക് ഒരിക്കലും കഴിയില്ലടാ. അയച്ചിരിക്കുന്ന ഇമെയിലുകൾ മുഴുവനും പൈസ എപ്പോൾ തരും എന്നതുമായി ബന്ധപ്പെട്ട ധനപരമായിട്ടുള്ള ട്രാൻസാക്ഷൻസ് മാത്രം. അപ്പൊ അങ്ങനെയുള്ള ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ആ കമ്പനിക്ക് ഒരു ERP സോഫ്റ്റ്വെയർ വേണം എന്നിവർ പറയുന്നു. എന്നിട്ട് അത് കസ്റ്റം ബിൽഡ് ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് 2 വർഷം അതിനു വേണ്ടിയിട്ട് ശ്രമിക്കുന്നു. പക്ഷേ ആ 2 വർഷം അവർ അതിന് വേണ്ടുന്ന മോഡ്യൂളുകളൊക്കെ ഡിസൈൻ ചെയ്തിട്ടും അതിന്റെ ഒരു ഡിസൈൻ പോലും അതിന്റെ ഒരു ഡിജിറ്റൽ എവിഡൻസ് കാണിക്കാനായിട്ട് അവരുടെ പക്കലില്ല. ഇത് ഞാൻ നാസയ്ക്ക് വേണ്ടി ഡെവലപ്പ് ചെയ്ത ഒരു സോഫ്റ്റ്വെയർ ആണ്. അപ്പൊ നമ്മൾ എന്താ മനസ്സിലാക്കുന്നത്? അവർ പറയുന്നത് ഞങ്ങൾ എല്ലാ മീറ്റിങ്ങുകളും നേരിട്ട് നടത്തി എന്നാണ്. നേരിട്ട് ഓരോ തവണയും പോയി മീറ്റിംഗ് നടത്തി, ശരി. പക്ഷേ ഇവർ ഈ മോഡ്യൂളുകളുടെ ഡിസൈനൊക്കെ ഇവർ കോഡ് ചെയ്തിരിക്കുന്നത്, ഈ കാര്യങ്ങളെല്ലാം അവരുടെ കോഡ് ചെയ്തിരിക്കുന്നതെല്ലാം അവരത് പേപ്പറിൽ എഴുതിയിട്ടാണ് കൊണ്ടുപോയി കാണിക്കുക. അവരുടെ സിസ്റ്റം ഉണ്ടാവില്ലേ, അവരുടെ സ്റ്റാഫ് ഉണ്ടാവില്ലേ? ഇവിടെയാണ് പ്രധാനപ്പെട്ട പ്രശ്നം. CMRL-ന്റെ IT കൈകാര്യം ചെയ്യുന്ന ആളിന് ഇവരെന്തെങ്കിലും സേവനം നൽകിയതായിട്ട് അറിയത്തില്ല. അതേപോലെ വീണയുടെ കമ്പനിയിൽ അന്ന് ജോലി ചെയ്തിരുന്ന എംപ്ലോയീസിനെ ചോദ്യം ചെയ്യുമ്പോൾ അവർക്കും ഇങ്ങനെ ഒരു ക്ലയന്റ് ഉണ്ടായിരുന്നതായിട്ട് അറിയില്ല, ഇങ്ങനെ ഒരു സേവനം അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചതായിട്ടും അവർക്കറിയില്ല. അങ്ങനെ നമ്മൾ എത്രയോ കൊളാക്കിണ്ടല്ലേ? പിന്നല്ലാതെ ഇതും കൊളാക്കി. അതെ. എന്ന് വെച്ചാൽ കംപ്ലീറ്റ്ലി ഷേഡി എന്ന് വിളിക്കാവുന്ന തരത്തിലേക്കുള്ള ഒരു ഡീലാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു ഡീലിനെ ന്യായീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് CPM ഇതുവരെ ശ്രമിച്ചത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതുവരെ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു ചെറിയ മാറ്റമുണ്ട്. ഇപ്പോൾ നേരത്തെ പ്ലേ ചെയ്തിരിക്കുന്ന വീഡിയോ ബൈറ്റുകളിലൊക്കെ ഉള്ളതുപോലെ ഇത് വീണയുടെ കാര്യമാണ്, വീണ ഫൈറ്റ് ചെയ്യട്ടെ എന്ന രീതിയിലത്തേക്കൊക്കെ പറയുന്നുണ്ട്. ജോൺ ബ്രിട്ടാസ് അടക്കം ആൾക്കാർ പറയുന്നുണ്ട്, PK കൃഷ്ണദാസ് എന്ന പാലക്കാട് ജില്ലയിലുള്ള നേതാവ് പറയുന്നുണ്ട്, KK ശൈലജ പറയുന്നുണ്ട്, പലരും ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം, ED-യുടെ റെയ്ഡ് നടന്നതിന് ശേഷം ഡൽഹിയിൽ വെച്ചാണെന്ന് തോന്നുന്നു ശ്രീ MA ബേബി മാധ്യമങ്ങളെ കണ്ട സമയത്ത് അദ്ദേഹം ന്യായീകരിക്കാൻ അപ്പോഴും ശ്രമിച്ചു. അദ്ദേഹം പറഞ്ഞ വാദങ്ങൾ ആലോചിച്ച് നോക്കണം. വീണ ഈ ED-യുടെ അന്വേഷണത്തിനോട് ഉൾപ്പെടെ സഹകരിച്ചതാണ്. ഇവർ ഇതിനു മുമ്പ് കേന്ദ്ര ഏജൻസികൾ ആവശ്യപ്പെട്ടിരുന്ന സമയത്തെല്ലാം ഹാജരായിട്ട് എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി പറഞ്ഞതാണ്. എന്നിട്ടും ഈ അന്വേഷണ ഏജൻസികൾ ഇപ്പോൾ റെയ്ഡ് നടത്തുന്നു. അപ്പോൾ അതിൽ അവർക്ക് രാഷ്ട്രീയമായിട്ടുള്ള ലക്ഷ്യങ്ങളുണ്ട്. അതിലെ ശരിയായിട്ടുള്ള ലക്ഷ്യം പിണറായി വിജയനാണ് എന്നാണ് അവർ പറയുന്നത്.
അപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു ലൈനുണ്ട്, വീണയെ ലക്ഷ്യമിടുന്നത് അവർ പിണറായിയുടെ മകളാണ് അതായതുകൊണ്ടാണ് എന്ന് പറയുന്നുണ്ട്. കളിച്ചത് മതിയായില്ലേ, പുതിയ അടവാണോ? വീണ തൈക്കണ്ടി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിക്ക്, ഒരു യുവതിക്ക് ഇതുപോലൊരു കരാർ ലഭിക്കുന്നത് എങ്ങനെയാണ്? ഒരു സംശയമില്ലാതെ നമുക്ക് പറയാൻ പറ്റും അത് പിണറായി വിജയന്റെ മകളായതുകൊണ്ടാണ്. അതിന് പിന്നിൽ നടന്നിട്ടുള്ള ഇടപാടുകളാകെ പരിശോധിച്ചാൽ നമുക്കിത് വ്യക്തമാണ്. പക്ഷേ അപ്പോഴും ഒരു പ്രശ്നമുണ്ട്. പിണറായി വിജയന്റെ മകളാണ് വീണ തൈക്കണ്ടിയെങ്കിലും അവരുടെ പേരിലാണ് ഇപ്പോൾ കേസുള്ളത് എന്നതുകൊണ്ട് അവരെ തന്നെയാണ് പരിശോധിക്കേണ്ടത്. അവരെ പരിശോധിക്കുന്ന ഒരു സമയത്ത് പാർട്ടി ഇങ്ങനെ ഇടപെടേണ്ട കാര്യമില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഈ കേസ് ഉണ്ടാവുന്ന സമയത്ത്, ഈ കേസ് ആരംഭിക്കുന്ന സമയത്ത് പാർട്ടി സ്വീകരിച്ച നിലപാട് എന്താണ്? നേരത്തെ ഇതുപോലുള്ള സംഭവങ്ങളിൽ പാർട്ടി സ്വീകരിച്ച നിലപാട് എന്താണ്? നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. കോടിയേരി ബാലകൃഷ്ണന്റെ മകനെതിരായി ആക്ഷേപം ഉയർന്നു വന്നപ്പോൾ അത് കോടിയേരി ബാലകൃഷ്ണന്റെ മകനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്, അവർ കൈകാര്യം ചെയ്യട്ടെ. EDയുടെ കൈവശം അല്ലെങ്കിൽ ഈ അന്വേഷണ ഏജൻസിയുടെ കൈവശം എന്തെല്ലാം വിവരങ്ങളാണ് ഉള്ളതെന്ന് ആർക്കറിയാം. അതുകൊണ്ട് നമ്മളതിനകത്ത് ചാടി ഇടപെടുന്നത് ശരിയല്ല നിലപാട് സ്വീകരിച്ച ഒരു മനുഷ്യനാണ് പിണറായി വിജയൻ. പറ്റിപ്പോയടാ, വേണ്ട നീ പലതവണ പറഞ്ഞതാ. അതിനുശേഷം ഇപ്പോ പാർട്ടി പറയുന്നത് ഇത് വീണ തൈക്കണ്ടി എന്ന് പറയുന്ന ഒരു ഇൻഡിവിജ്വലുമായി ബന്ധപ്പെട്ട കാര്യമാണ്. സത്യത്തിൽ അങ്ങനെയാണോ? നിങ്ങൾ ആലോചിച്ച് നോക്കുക. വീണ തൈക്കണ്ടി അവരുടെ എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനി തുടങ്ങുമ്പോൾ അതിന് കൊടുത്തിരിക്കുന്ന മേൽവിലാസത്തിൽ AKG സെന്ററാണ്. AKG സെന്റർ സത്യത്തിൽ ആ ഒരു കാര്യത്തിൽ തന്നെ പാർട്ടിയിൽ വലിയ പ്രശ്നം ഉണ്ടാവേണ്ടതാണ്. AKG സെന്റർ എന്ന് പറയുന്നത് കേരളത്തിലെ ആയിരക്കണക്കിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകന്മാർ പണം പിരിച്ചുണ്ടാക്കിയിട്ടുള്ളൊരു ഒരു പാർട്ടിയുടെ ആസ്ഥാനമാണ്. ആ ആസ്ഥാനം ഒരിക്കലും ഒരു സ്വകാര്യ വ്യവസായിയുടെ വ്യവസായ താല്പര്യങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ഒരു മേൽവിലാസമല്ല. പക്ഷെ അതാണ് ഉപയോഗിച്ചത്. പോയി ചത്തുടടാ. ഈ കുറ്റത്തിലേക്ക് വരുന്നത് തീർച്ചയായും വീണ വിജയനാണ്. അതുകൊണ്ട് വീണ വിജയനെതിരായി നടപടി സ്വീകരിക്കുമ്പോൾ പാർട്ടി അതിനെ പ്രതിരോധിക്കാൻ ഇറങ്ങി പുറപ്പെടുന്നത് ആത്മഹത്യാപരമായിരിക്കും. ഈ നിലയിൽ ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നൊരു ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് പാർട്ടി അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചതെന്നാണ് ഞാൻ കരുതുന്നത്. അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പ്രശ്നം കൂടി ഉണ്ടെന്ന് തോന്നുന്നു. ഇത് വളരെ അപകടകരമായ, കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPM പോലൊരു പ്രസ്ഥാനം നേരിട്ടുകൊണ്ടിരിക്കുന്ന അതിഭയാനകമായ തകർച്ചയുടെ ശിഥിലീകരണത്തിന്റെ ലക്ഷണങ്ങളായിട്ട് നമുക്കിതിനെ കാണാൻ പറ്റൂ. അതൊന്നും കുഴപ്പമില്ല, നമ്മളെ പ്രതികളാക്കാൻ തന്നെ ഭാഗ്യം. അതിൽ CMRLന്റെ കാര്യത്തിലും ആൾക്കാർ തന്നെയാണ് പറയുന്നത്. CMRL വീണയെ ലക്ഷ്യമിട്ടതും അവർ പിണറായി വിജയന്റെ മകളായിരുന്നത് കൊണ്ടാണ് എന്ന മട്ടിലാണ് ഈ കേസ് ഫ്രെയിം ചെയ്യുന്നത് തന്നെ. ആ കേസ് പറയുന്നത് തന്നെ ആ രീതിയിലാണ്. അപ്പോൾ വീണയെ ലക്ഷ്യമിട്ടുകൊണ്ട് അതിലൂടെ പിണറായി എന്ന വലിയ ലക്ഷ്യത്തിലേക്ക് എത്തണം, അതാണ് അവരുടെ ഉദ്ദേശം എന്ന് പറഞ്ഞ CPMന്റെ ആഗോള സെക്രട്ടറി നമ്മുടെ നാട്ടിലുണ്ട്. അങ്ങനെ പറയരുത് സാർ. പിന്നെ എങ്ങനെ പറയണം? ഞാൻ നമ്മുടെ പാർട്ടിയുടെ ഇമേജ് വർദ്ധിപ്പിക്കാൻ വേണ്ടി ആലോചിക്കുമ്പോ പരിപ്പുവടയും ചായയും വരും. ഇതിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വേറെ 1-2 അഡീഷണൽ പോയിന്റുകൾ കൂടിയുണ്ട്. ഇത്തരത്തിലുള്ള റെയ്ഡുകൾ മൂലം പിണറായി വിജയനോ CPMനെയോ ഭയപ്പെടുത്തി കളയാം എന്ന് നിങ്ങൾ ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ നിങ്ങൾ പിണറായിയെ മനസ്സിലാക്കിയിട്ടില്ല, CPMനെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല എന്ന്. എന്തിനാണ് ED മനസ്സിലാക്കുന്നത്? പിണറായിയുടെ മകളുമായി ബന്ധപ്പെട്ട ഒരു കേസ് അതിന്റെ മെറിറ്റിൽ അന്വേഷിക്കുന്ന സമയത്ത് സാധ്യമായിട്ടുള്ള അവർ എംപവേർഡ് ആയിട്ടുള്ള ഒരു റെയ്ഡ് അവർ കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് അതിൽ കട്ടയും മുട്ടയും എറിഞ്ഞുകൊണ്ട് അതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ട് CPMകാർ ശ്രമിക്കുന്നതാണോ പിണറായിയെ പഠിപ്പിക്കൽ എന്ന് പറയുന്ന കാര്യം? പിണറായി എന്താണ് എന്ന് EDയെ പഠിപ്പിക്കൽ അതാണെന്ന് ശ്രീ MA ബേബി കരുതുന്നുണ്ടോ? ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്. അതേപോലെ ശ്രീ MV ഗോവിന്ദൻ പറഞ്ഞു ഇത് രാഷ്ട്രീയമായിട്ട് തയ്യാറാക്കപ്പെട്ടിരിക്കുന്ന ഒരു നാടകമാണ് എന്ന് പറഞ്ഞു. അപ്പൊ അതിന് UDFന്റെ പിന്തുണയുണ്ട്. VD സതീശൻ അവിടെ പോയതിന്റെ പിറ്റേ ദിവസം ഇവിടെ റെയ്ഡ് നടത്തി എന്നൊക്കെ പറഞ്ഞ് രാഷ്ട്രീയമായിട്ട് പ്രതിരോധിക്കുന്നതിന് വേണ്ടി ഇവർ ശ്രമിച്ചതാണ്. ഞാൻ പറഞ്ഞ CPMന് ഈ ന്യായീകരിച്ചതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇപ്പൊ അവർ ചെറുതായിട്ട് ഡിസ്റ്റൻസ് ചെയ്യുന്നുണ്ട്, പക്ഷെ അങ്ങനെ മാറി നിൽക്കാനായിട്ട് കഴിയുമോ? പാർട്ടിയുടെ ഔദ്യോഗികമായിട്ടുള്ള പ്രസ്താവന വരുന്നതിന് മുമ്പ് 2 വർഷം മുമ്പ് 2-2.5 വർഷമായിട്ടുണ്ട്. അന്ന് ശ്രീ EP ജയരാജൻ നടത്തിയിരുന്ന ഒരു പ്രസ്താവനയിൽ ഈ ഇത്തരത്തിലുള്ള കേന്ദ്ര ഏജൻസികളുടെ വീണയ്ക്കെതിരായിട്ടുള്ള അന്വേഷണത്തിനെ സ്ത്രീത്വത്തിനെതിരായിട്ടുള്ള ആക്രമണം എന്നാണ് വിശേഷിപ്പിച്ചത്. ഒന്നാലോചിച്ച് നോക്കുക. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഒരു തെറ്റും ചെയ്യാത്ത ഒരു സ്ത്രീയെ വേട്ടയാടുകയാണ്, ഒരു സ്ത്രീക്ക് കേരളത്തിൽ അവരെ ഒന്നും ചെയ്യാൻ അനുവദിക്കില്ല എന്ന മട്ടിലുള്ള ആക്രമണമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഒരു ഗുഡ് സർട്ടിഫിക്കറ്റ് അദ്ദേഹം കൊടുത്തു. അദ്ദേഹം പറഞ്ഞത് എന്താ? വീണ തെറ്റുകാരിയല്ല, അതുകൊണ്ട് CPM അവർക്ക് വേണ്ടി പ്രതിരോധം തീർക്കുമെന്ന് അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം ശ്രീ EP ജയരാജൻ പറഞ്ഞു. അദ്ദേഹം PV എന്നാൽ പിണറായി വിജയനാണെന്ന് സാക്ഷാൽ ശശിധരൻ കർത്ത തന്നെ മൊഴി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ബാങ്കിലൂടെ വന്ന ഇടപാടല്ല, അത് പണം ബാങ്കിൽ നിന്നെടുത്ത് ഇതുപോലെയുള്ള നേതാക്കൾക്ക് കൊടുത്തതാണ്. ആ ലിസ്റ്റിൽ ഒരുപാട് പേരുണ്ട്. CPMന്റെ കാര്യം പറഞ്ഞതുകൊണ്ട് PV എന്ന് ഓർമ്മിപ്പിച്ചത് മാത്രം. അപ്പോൾ കൈതോലപ്പായിൽ കെട്ടിക്കൊണ്ടുപോയ പണത്തിൻ്റെ കണക്കൊക്കെ ഒരു പഴയ സഖാവ് പറഞ്ഞപ്പോൾ അത് കെട്ടുകഥയാണെന്ന് പറഞ്ഞവർക്ക് എങ്ങനെയാണ് കൈതോലപ്പായിൽ കെട്ടാനുള്ള പണം കൊച്ചിയിൽ കിട്ടുക എന്ന് ഇപ്പോഴെങ്കിലും ബോധ്യപ്പെട്ടിട്ടുണ്ടാവുമെന്ന്. നീ പകപോക്കാണല്ലേടാ. രാഷ്ട്രീയ പ്രേരിതമല്ല എന്ന രീതിയിലത്തേക്കുള്ള ഒരു വെളിവ് CPMന്റെ പല നേതാക്കന്മാർക്കും ജെനുവിനായിട്ട് ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇതിൽ പല ആൾക്കാരും ആദ്യ സമയത്തൊക്കെ വീണയ്ക്കെതിരായിട്ടുള്ള അന്വേഷണത്തിനെ കേന്ദ്ര ഏജൻസികളുടെ വേട്ടയാടലാണ് എന്നും വിച്ച് ഹണ്ടിങ് ആണ് എന്നൊക്കെ പറയാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അത് വ്യക്തിഗതമായിട്ടുള്ള ഒരു വിഷയമാണ് എന്ന രീതിയിലത്തേക്ക് പ്ലേറ്റ് മാറ്റുന്നതിന് ഈ കാലത്തുണ്ടായിരിക്കുന്ന ചില മാറ്റങ്ങളുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. അതിലെ പ്രധാനപ്പെട്ട മാറ്റം ഒന്ന്, SFIയുടെ റിപ്പോർട്ട് പുറത്തു വന്നു. നമുക്ക് എല്ലാവർക്കും അത് വായിക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഡിഫൻസിന്റെ മൂലക്കല്ല് എന്ന് പറയുന്നത് പൊളിഞ്ഞിളകി വീണിരിക്കുകയാണ്. വീണയെ കേട്ടില്ല എന്നതായിരുന്നു ഇവർ പറഞ്ഞിരുന്നത്. വീണയെ നല്ലതുപോലെ കേട്ടുവെന്നും വീണയുടെ ഔദ്യോഗിക വിശദീകരണം വളരെ കൃത്യമായിട്ട് ആ റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നതിനെക്കുറിച്ചും ഇപ്പോൾ CPMകാർക്ക് അറിയാം. രേഖാമൂലമുള്ള കാര്യമാണ്.
അതുകൊണ്ട് തന്നെ താൻ അവിടെ സേവനവും മണ്ണാങ്കട്ടയും ഒന്നും കൊടുത്തതിന് ഒരു തരത്തിലുള്ള തെളിവും ഇല്ല എന്ന് വീണ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത് തന്നെ അവർക്ക് വായിച്ച് കേൾക്കാം. അവർക്ക് കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പേ. അല്ലെങ്കിൽ ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ അവൻ ആരെങ്കിലും വേണ്ടേ? അനുഭവിക്കേണ്ടതായി ശബരിമല യുവതീ പ്രവേശ വിധി വന്നപ്പോൾ അന്ന് സംസ്ഥാന സർക്കാർ PRD വഴി ആ സുപ്രീം കോടതി വിധിയുടെ മലയാള പരിഭാഷ പ്രസിദ്ധീകരിച്ചിരുന്നു. അത് ജനങ്ങൾക്കിടയിൽ വിതരണം ചെയ്തിരുന്നു. സമാനമായ രീതിയിൽ ഇപ്പോൾ ഷിജിത്ത് പറഞ്ഞ ഈ SFIOയുടെ അന്വേഷണ റിപ്പോർട്ട് അതൊന്ന് മലയാളത്തിലാക്കി അന്ന് യുവതീ പ്രവേശന വിധിയുടെ കാര്യത്തിൽ ചെയ്തതുപോലെ നല്ലപോലെ ബൈൻഡ് ചെയ്ത് കേരളത്തിലെ ജനങ്ങൾക്കൊന്നും കൊടുക്കേണ്ട, ഈ പാർട്ടി നേതാക്കൾക്കിടയിലെങ്കിലും ഒന്ന് വിതരണം ചെയ്യണം. പിന്നെ ഇടിക്കട്ടയുമായി വരുന്ന സഖാക്കൾക്ക് അതൊന്ന് വിശദീകരിച്ച് കൊടുക്കണം. അവർക്കൊന്നും വായിക്കാൻ സമയം ഉണ്ടാവില്ല. എന്നാ പിന്നെ ഞാനങ്ങട്